ഒരു ഫങ്ഷണൽ ഫോട്ടോഗ്രാഫി സംഘത്തിനെ നമ്മളുടെ ഒരു ചടങ്ങുകളിൽ കവർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന വേറൊരു കാര്യം ഞാൻ പറയാം. ഈ സംഘത്തിന് അവിടുത്തെ ആ ഒരു പൾസ് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനം. ഈ പൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നാമത് ആ ചടങ്ങുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അവിടെ വരുന്ന ആളുകളുടെ ആ ഒരു സ്വഭാവം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആ ചടങ്ങുകളുടെ ദൈർഘ്യം എത്രയാണ്, ഏതൊക്കെ സമയങ്ങളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സാധ്യതകളുണ്ട്, ആ ചടങ്ങിൻ്റെ പവിത്രതയും അതിൻ്റെ പ്രാധാന്യവും എന്തൊക്കെയാണ് എന്ന് ബോധ്യപ്പെട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംഘമായിരിക്കണം. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഈ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും വലിയ പ്രധാനമായ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഫങ്ഷണൽ ഫോട്ടോഗ്രാഫി ചടങ്ങുകൾ കൊണ്ട് നിറഞ്ഞതാണ് പലതും. പ്രത്യേകിച്ച് നമ്പൂതിരി ചടങ്ങുകളെ നോക്കുക, വിവാഹമായാലും ചോറൂണായാലും ഉപനയനമൊക്കെ ആണെങ്കിലും ഒരിക്കലും ഫോട്ടോഗ്രാഫിക്ക് അനുകൂലമാവുന്നൊരു രീതിയിലല്ല ചടങ്ങുകളൊന്നും ക്രമീകരിച്ചിരിക്കുന്നത്. പുണ്യാഹം എടുത്തോളൂ, വടക്കോട്ട് പുണ്യാഹമുള്ളവരുണ്ട്, കിഴക്കോട്ട് പുണ്യാഹമുള്ളവരുണ്ട്. അതുപോലെ തന്നെ യജുർവേദികളുണ്ട്, ഋഗ്വേദികളുണ്ട്, പകഴിയന്മാരുണ്ട്. ഈ ചടങ്ങുകൾ ഒരു സമാനമായ കാര്യങ്ങൾ ചിലതിൽ വളരെ കുറവായിരിക്കും. ഇതെല്ലാം കൂടി പരിചയമില്ലാത്തൊരു ഫോട്ടോഗ്രാഫർക്ക് ഉണ്ടാക്കുന്നൊരു സംഘർഷമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഫോട്ടോ എടുക്കാനാണോ ശ്രദ്ധിക്കുക, അതോ ആ ചടങ്ങുകളുടെ പവിത്രത സംരക്ഷിക്കാനാണോ ശ്രദ്ധിക്കുക? സ്വാഭാവികമായിട്ടൊരു ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുത്താൽ മതി എന്നാണ് തോന്നുക. പക്ഷേ ചടങ്ങുകൾ എന്താണ് എന്നറിഞ്ഞ് അവിടെയുള്ള ആളുകളുടെ പൾസ് അറിഞ്ഞുകൊണ്ടൊരു സംഘമാണെങ്കിൽ ആ ഫോട്ടോകളോളം വളരെ മനോഹരമായിട്ട് വേറൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഫോട്ടോഗ്രാഫി മാത്രമല്ല, ആളുകളുടെ മനോഭാവവും അതുപോലെ ചടങ്ങുകളുടെ പ്രത്യേകത അറിയുന്നത് കൊണ്ടാണ് ആ കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു 8 പേര് 10 പേരൊക്കെയുള്ള ഒരു സംഘം നമ്പൂതിരി ചടങ്ങുകൾ കവർ ചെയ്യാൻ വരുന്ന സമയത്ത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരം സമയങ്ങളിൽ ഒരിക്കലും നല്ല ഫോട്ടോകൾ കിട്ടാറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ തിരക്കാണ് ആ വേദിയിൽ, അതിൻ്റെ കൂടെ ഞങ്ങളും കൂടി തിരക്കുന്നു എന്നുള്ള അവസ്ഥ വരും. 10 ചടങ്ങുകൾ അറിയാത്ത ഫോട്ടോഗ്രാഫേഴ്സിനേക്കാൾ നല്ലത് ചടങ്ങറിയുന്ന 1 or 2 ഫോട്ടോഗ്രാഫർമാരാണ്. ഇതും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്.